അത് താല്പര്യപ്പെടുന്നുണ്ട്, വെഹിക്കിൾ ലോൺ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ സാറ് വാഹനം ഏതാ വാഹനം നോക്കിയേക്കുന്നത്? എന്തെങ്കിലും വാഹനം എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് വണ്ടിയായിരുന്നു? അതൊരു ഇതിന്റെയാ, ജെറ്റ് എയർവേസ്. ക്ലിയർ ആവുന്നു. ജെറ്റ് എയർവേസ്. അത് മറ്റേ വിമാനമല്ലേ? അത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ലോൺ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഉള്ളെന്ന്. ഞാൻ പ്രൈവറ്റ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ. ശരി ശരി ശരി. സാർ എത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു 10 കോടി രൂപ. സാറിന്റെ ഒരു നിലവിൽ എന്തെങ്കിലും വാഹനങ്ങൾ എടുത്തിട്ടുണ്ടോ സാറ്? ഉണ്ട്. EMI ഇട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. എവിടെയായിരുന്നു ഫിനാൻസ് എടുക്കുന്നത്? ഫിനാൻസ് എനിക്ക് തോന്നുന്നത് ഇവിടെയാ, അദാനിയുടെ. എന്റെ പൊന്ന് സാറെ, കളിയാക്കാതെ. സാറ് കാര്യമായിട്ട് പറഞ്ഞു, ഫിനാൻസ് അദാനിയുടെ കപ്പല എന്റെ കയ്യിലുള്ളത് നിലവിൽ. അതിന്റെ അളവ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം എടുത്തു തരാം. പിന്നെ ഞാൻ നോക്കുന്നത്, എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേ ഭാരത് ഒരെണ്ണം എടുക്കാന്നുണ്ട്. ഇവിടെ സ്പീഡ് കുറവാ ഇപ്പൊ യാത്രക്ക്. അങ്ങനെ ഒരു വന്ദേ ഭാരതോടെ എടുക്കണേ കൂടെ. അത് ലോൺ ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം. കൃത്യ അടവ് തരാം, സ്റ്റേറ്റ്മെന്റ് തരാം. പ്രോസസിംഗ് ഫീസ് എങ്ങനെയാലും 10,500 രൂപ അല്ലേ ആവുള്ളൂ. അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും, ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്കുന്നത്. നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും. ഞാൻ ഒരിക്കലും ഒരടവ് പോലും മുടക്കുകയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്ക് കിട്ടിയ സ്ഥിതിക്കായിരിക്കുമല്ലോ നിങ്ങൾ വിളിക്കുന്നേ. അപ്പൊ അത് നമ്മൾ ഒരു കാരണവശാലും ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുകയല്ല. എനിക്ക് 3 വാഹനങ്ങളും വേണം, നിർബന്ധമായിട്ടും വേണ്ടതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിമാനാകുമ്പത്തിന് ആ പ്രശ്നമില്ലല്ലോ. ഞാൻ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിലൊന്നും ശല്യമില്ല, പൊല്യൂഷന്റെ പ്രശ്നമില്ല. ഒന്ന് ചാടണം എന്ന് വെച്ചാലും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം. പാരച്ചൂട്ട് കൊണ്ടാകണം, പാരച്ചൂട്ടുള്ള സാധനം എടുക്കുകയുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് നല്ലതായിരിക്കണം. രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര. അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഞാനിത് തന്നെ ഈ പരിപാടിയൊക്കെ തന്നെയാ. ഈ വണ്ടിയുടെ പരിപാടി തന്നെ, വിമാനത്തിന്റെയും കപ്പലിന്റെയും ഒക്കെ പരിപാടികളാണ്. അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ നമ്പർ കിട്ടിയേ? നമുക്ക് നമ്മുടെ ഓഫീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് ഗുഡ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റിൽ പേര് വന്ന. അതങ്ങനെ വരാൻ കാരണം എന്റെ ഏറ്റവും ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇന്ന് വരെ ഒരു ഷിപ്പിന്റെ ഒറ്റ പ്രാവശ്യം പോലും EMI മുടങ്ങിയിട്ടില്ല. അപ്പൊ അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമറാണ് ഞാൻ. നിങ്ങൾക്ക് എപ്പോഴും ഗുണം ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ, ഒരു ദോഷം നിങ്ങൾക്ക് വരികയില്ല. നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധി ഉണ്ടോ? ഒറ്റ കച്ചവടം നിങ്ങൾ